ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യയേക്കാൾ മുന്നിൽ ഒന്നിലേറെ രാജ്യങ്ങളുണ്ട്. അമേരിക്കയും ചൈനയും ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയനും ഒക്കെ സാമ്പത്തികമായി നമ്മളെക്കാൾ വളരെ മുന്നിലാണ്. സൈനിക ശക്തിയിൽ ഇന്ത്യ ആരെയും വെല്ലുവിളിക്കുന്ന ഒരു വലിയ ശക്തിയായിട്ട് വളരുന്നുണ്ട് എങ്കിലും അമേരിക്ക, റഷ്യ ഒക്കെ നമ്മളെക്കാൾ മുന്നിലാണ്. പക്ഷെ അതിവേഗത്തിലാണ് ഇന്ത്യ ഈ രാജ്യങ്ങളുമായിട്ടുള്ള ഗ്യാപ്പ് കുറച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ സൈനികമായും സാമ്പത്തികമായും ഇന്ത്യ വേഗത്തിൽ തന്നെ വളരുന്നു എന്ന് വ്യക്തം. ഇതിനോടൊപ്പം തന്നെ സോഫ്റ്റ് പവറിന്റെ കാര്യത്തിൽ ഇന്ത്യ വളരെ സ്വാധീനമുള്ള ഒരു വലിയ ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോഫ്റ്റ് പവർ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സൈനിക ശക്തിയോ സാമ്പത്തിക ഉപരോധങ്ങളോ ഉപയോഗിക്കാതെ ആകർഷണീയതയിലൂടെയും ബോധ്യപ്പെടുത്തലുകളിലൂടെയും മറ്റു രാജ്യങ്ങളെയും ജനങ്ങളെയും സ്വാധീനിക്കാനുള്ള ഒരു രാജ്യത്തിന്റെ കഴിവിനെയാണ് സോഫ്റ്റ് പവർ എന്ന് വിളിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന് സോഫ്റ്റ് പവർ നൽകുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. 1 സംസ്കാരം, 2 രാഷ്ട്രീയ മൂല്യങ്ങൾ, 3 വിദേശ നയം. അതിൽ വിദേശ നയത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സമാധാനപരമായ നിലപാടുകൾ, മറ്റു രാജ്യങ്ങൾക്കുള്ള സാമ്പത്തിക ദുരന്ത നിവാരണ സഹായങ്ങൾ, അന്താരാഷ്ട്ര സഹകരണം. ഈ കാര്യങ്ങളാണ് വിദേശ നയത്തിൽ സോഫ്റ്റ് പവറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓർക്കുന്നുണ്ടാവും, നമ്മുടെ ശത്രു സ്ഥാനത്ത് നിന്നിട്ടും തുർക്കിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ, ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇന്ത്യ ഉടനെ തന്നെ ദുരന്ത നിവാരണ സഹായങ്ങൾ നൽകിയത്. കോവിഡ് സമയത്ത് നിരവധി വികസ്വര അവികസിത രാജ്യങ്ങൾക്ക് സൗജന്യമായും വിലക്കുറവിലും വാക്സിനുകൾ നൽകിയത്. ലോകത്ത് ഏതൊരു രാജ്യത്ത് എന്തൊരു അപകടം സംഭവിച്ചാലും ആദ്യം എത്തുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട്, സഹായം എത്തിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറിയത്. യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് 2 ഭാഗത്തുമുള്ള രാജ്യങ്ങൾക്ക് മെഡിക്കൽ സഹായങ്ങളും അടിയന്തര സഹായങ്ങളും ഇന്ത്യ എത്തിക്കുന്നത്. ചൈനയുടെ അടക്കം കപ്പലുകൾ അപകടത്തിൽപ്പെടുന്ന സമയത്ത് അതിലെ നാവികരെ രക്ഷിക്കുവാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ പറന്നെത്തുന്നത്. ഈ അടുത്തിടെ ചൈനീസ് നാവിക സേനാ മേധാവിക്ക് പോലും ഇന്ത്യയെ ആ കാര്യത്തിൽ പ്രശംസിക്കേണ്ടി വന്നു. കാരണം എത്രയോ തവണ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനത്തിൽ നിരവധി പേരുടെ ജീവനുകൾ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ ശത്രു രാജ്യങ്ങളിൽപ്പെട്ട ആളുകൾ പോലും ഉണ്ടായിരുന്നു. ഈ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ ഇന്ത്യയുടെ സഹായം തേടി മെഡിക്കൽ സഹായത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചുകൊണ്ട് ആളുകൾ വീഡിയോ ചെയ്യാറുണ്ട്. അത്തരത്തിൽ എത്രയോ പേരെയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ രാജ്യത്ത് വന്ന് ചികിത്സ ചെയ്യുവാനും അവർക്ക് അവരുടെ അസുഖം ഭേദമാക്കുവാനുമുള്ള സൗകര്യങ്ങൾ അടിയന്തരമായിട്ട് ഇന്ത്യ അനുവദിച്ചു കൊടുത്തുകൊണ്ട് എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ പെടുന്നവയാണ്. മാത്രമല്ല, നയതന്ത്ര തലത്തിൽ എല്ലാ വിഭാഗം രാജ്യങ്ങളുമായും അന്താരാഷ്ട്ര തലത്തിൽ സഹകരിച്ചുകൊണ്ട് ഇന്ത്യ ശരിക്കും തങ്ങളുടെ സ്വാധീനം ഈ മേഖലയിൽ വർദ്ധിപ്പിക്കുന്നതായി കാണാൻ കഴിയും. രണ്ടാമത്, രാഷ്ട്രീയ മൂല്യങ്ങളെ കുറിച്ച് നോക്കാം. പൊളിറ്റിക്കൽ വാല്യൂ വളരെ പ്രധാനമാണ്. അതായത് ഒരേ സമയത്ത് ഇന്ത്യയിലും പാകിസ്ഥാനിലും വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുന്നു. ഇന്ത്യയിൽ പാറ്റ പാർട്ടി എന്ന് പറയുന്ന ഒരു കൂട്ടർ ജന്തർ മന്ദറിൽ തടിച്ചുകൂടുന്നു. വിദ്യാർത്ഥികൾ തുടങ്ങിയ പ്രതിഷേധത്തിലേക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്രിമിനലുകളും നുഴഞ്ഞു കയറുന്നു. ഒരു ക്രമസമാധാന പ്രശ്നം ഉടലെടുക്കുകയാണ്. പോലീസുകാരെ ആക്രമിക്കുന്നു, പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്നു, വാഹനങ്ങൾ അടിച്ചു തകർക്കുന്നു, കല്ലെറിയുന്നു, അങ്ങനെ പല പ്രശ്നങ്ങൾ. ആ സമയത്ത് സ്വാഭാവികമായ പ്രതികരണം എന്ന നിലയിൽ ലാത്തി ചാർജ് ഇന്ത്യ നടത്തി എന്നത് ശരിയാണ്. അതേസമയത്ത് ആരുടെയും ജീവൻ അപഹരിക്കുന്ന നിലയിലേക്ക് ആ ലാത്തി ചാർജ് മുന്നോട്ട് പോയില്ല. മാത്രമല്ല, കൃത്യമായി ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ ആവശ്യത്തെ അംഗീകരിച്ചു കൊടുത്തു. ജനാധിപത്യപരമായി സമരം ചെയ്യാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശത്തെയും അവരുടെ ആവശ്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന സമാധാനകാംക്ഷിയായ രാജ്യമാണ് എന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇതേ സമയത്ത് പാകിസ്ഥാനിലോ, പാക് അധീന കാശ്മീരില് സമരം ചെയ്ത മനുഷ്യർക്ക് നേരെ യാതൊരു ദയയുമില്ലാതെ നിറയൊഴിക്കുകയാണ് അവർ ചെയ്തത്. 40-ലധികം മനുഷ്യരെയാണ് നിഷ്കരുണം പാകിസ്ഥാൻ സൈന്യം വെടിവെച്ചു കൊന്നത്. ലോകം ഇത് കാണുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം ലോകം മനസ്സിലാക്കുകയാണ്. ഇന്ത്യയുടെ ഉയർന്ന രാഷ്ട്രീയ മൂല്യവും വസുധൈവ കുടുംബകം എന്ന നിലയ്ക്ക് ലോകത്തെ ഒന്നിപ്പിക്കുവാനുള്ള ഇന്ത്യയുടെ ശ്രമവും ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രീയ മൂല്യങ്ങളെയാണ് ഇത് ഉയർത്തി കാണിക്കുന്നത്. മറ്റൊന്ന്, വ്യക്തി സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ എന്നിവയോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ്. ഇന്ത്യ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ ഒരു കാലത്തും ഹനിച്ചിട്ടില്ല. മനുഷ്യാവകാശങ്ങളെയും ഇന്ത്യ ഒരു കാലത്തും തടസ്സപ്പെടുത്തിയിട്ടില്ല. ഒരു മനുഷ്യന്റെ ജീവിക്കുവാനുള്ള എല്ലാ അവകാശങ്ങളും ഭരണഘടന നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഈ രാജ്യത്ത് ഇന്നുമുണ്ട്. അതില്ല എങ്കിൽ പ്രധാനമന്ത്രി അടക്കം ഇങ്ങനെയൊക്കെ പറയാൻ ഈ രാജ്യത്ത് ആർക്കെങ്കിലും കഴിയുമോ? വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മറവിലടക്കം എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അടക്കം പറഞ്ഞത്. ഇതൊരു ഫാസിസ്റ്റ് രാജ്യമോ ഏകാധിപത്യ രാജ്യമോ ആണെങ്കിൽ അത് സാധിക്കുമോ? സാധിക്കില്ല എന്നതിന്റെ തെളിവാണ് ഉത്തര കൊറിയയും ചൈനയും.
അവിടെ പോയിട്ട് ഷി ജിൻപിങ്ങിനെ ഇവിടെ നരേന്ദ്രമോദിയെ പറഞ്ഞതുപോലെ ഒന്ന് പറഞ്ഞു നോക്കണം. അപ്പം മനസ്സിലാവും യഥാർത്ഥ ഫാസിസം എന്താണ് എന്ന്. അപ്പോൾ ഇന്ത്യ പൂർണ്ണമായ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഉയർന്ന രാഷ്ട്രീയ മൂല്യങ്ങൾ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്ന ഒരു രാജ്യമാണ്. അത് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ വർദ്ധിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയെ ഒരു ഏകാധിപത്യ രാജ്യമാക്കി ചിത്രീകരിക്കാനുള്ള പാശ്ചാത്യരുടെ തന്ത്രങ്ങൾ ഇന്നേ വരെ വിജയിച്ചിട്ടില്ല. അത് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം മൂല്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനം, സംസ്കാരം. ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്ന സിനിമ, സംഗീതം, ഭക്ഷണം, ഭാഷ, കായികം, പാരമ്പര്യം, ജീവിത രീതി, മതം എല്ലാം ഇതിന്റെ ഭാഗമാണ്. അതായത് സോഫ്റ്റ് പവറിന്റെ 3 പ്രധാന ഘടകങ്ങളിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഘടകമാണ് സംസ്കാരം എന്ന് പറയുന്നത്. നമുക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ, അട്രാക്ട് ചെയ്യാൻ എളുപ്പത്തിൽ കഴിയുന്ന ഒന്നാണ് സംസ്കാരങ്ങൾ കൊണ്ടുള്ള സ്വാധീനം. ഉദാഹരണത്തിന്, ഇവിടെ പലർക്കും കൊറിയൻ സീരീസുകൾ ഭയങ്കര ഇഷ്ടമാണ്, കൊറിയൻ പാട്ടുകൾ ഇഷ്ടമാണ്, ഡാൻസ് ഇഷ്ടമാണ്. അത് കൊറിയൻ ഇൻഫ്ലുവൻസ് ആണ്. ശരിക്കും ലോകത്ത് വളരെ ശക്തമായ സോഫ്റ്റ് പവർ ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് സൗത്ത് കൊറിയ എന്ന് പറയുന്നത്. നെറ്റ്ഫ്ലിക്സിലടക്കം വലിയ തരംഗം സൃഷ്ടിച്ച സ്ക്വിഡ് ഗെയിം, അതുപോലെ ഓസ്കാർ പുരസ്കാരം നേടിയ പാരസൈറ്റ് തുടങ്ങിയ സിനിമകളെല്ലാം കൊറിയൻ സ്വാധീനത്തിന്റെ തെളിവാണ്. കൊറിയൻ സംഗീതത്തെക്കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമേ ഇല്ല. ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആരാധകർ തന്നെ അതിനുണ്ട്. അതുപോലെ തന്നെയാണ് കൊറിയൻ ജീവിത രീതിയും ഭക്ഷണവും. അതായത് കൊറിയൻ ഫുഡ്, അതുപോലെ കെ ബ്യൂട്ടി, അതായത് സ്കിൻ കെയർ പ്രോഡക്ട്സ്, ഇവ ആഗോളതലത്തിൽ ട്രെൻഡാണ് ഇപ്പോഴും. നമ്മുടെ ഇന്ത്യക്കാരും കൊറിയൻ സംസ്കാരത്തോട് ചിലർക്കൊക്കെ, പ്രത്യേകിച്ച് യങ് ജനറേഷനിലുള്ളവർക്ക് ഭയങ്കരമായ ഭ്രമമാണ്. ഇനി രണ്ടാമത് ജപ്പാന്റെ കാര്യം എടുക്കാം. ആധുനിക സാങ്കേതിക വിദ്യയും പരമ്പരാഗതമായ സംസ്കാരവും സമന്വയിപ്പിച്ചുകൊണ്ട് ശക്തമായ ഒരു സോഫ്റ്റ് പവറുള്ള രാജ്യമാണ് ജപ്പാൻ. പോപ്പ് കൾച്ചർ തന്നെ പ്രധാനമാണ്. ലോകമെമ്പാടുമുള്ള യുവാക്കളെ സ്വാധീനിച്ച കോമിക്സുകളൊക്കെ തന്നെ ജപ്പാന്റെ ഏറ്റവും വലിയ സാംസ്കാരിക ആയുധമാണ്. അമേരിക്കയുടെ സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് ഹോളിവുഡ് ആണ് പ്രധാനമായിട്ട്. ഹോളിവുഡ് സിനിമകൾ, സംഗീതം, നെറ്റ്ഫ്ലിക്സ്, ഡിസ്നി ഇതെല്ലാം വലിയ സ്വാധീനം ഉണ്ടാക്കുന്നവയാണ്. ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, കൊക്കക്കോള, അതുപോലെ തന്നെ മക്ഡൊണാൾഡ് പോലെയുള്ള കോർപ്പറേറ്റ് ബ്രാൻഡുകളെല്ലാം അമേരിക്കൻ ജീവിതശൈലിയുടെ ഭാഗമായി സ്വാധീനം ഉണ്ടാക്കുന്നവയാണ്. ഹാർവാർഡ്, MIT തുടങ്ങിയ ലോകോത്തര സർവകലാശാലകൾ അമേരിക്കയുടെ ഈ സോഫ്റ്റ് പവറിന്റെ പ്രതീകമാണ്. ജനാധിപത്യം, വ്യക്തി സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ എന്നിവയൊക്കെ അമേരിക്ക ഉപയോഗിക്കുന്ന സോഫ്റ്റ് പവറിന്റെ ഘടകങ്ങളാണ്. ഇത് അവരുടെ മൂല്യമായിട്ടാണ് അവർ ഉയർത്തി കാണിക്കുന്നത്. ചൈനയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കൺഫ്യൂഷ്യനിസം, ആയോധന കലകൾ, ചൈനീസ് ഔഷധ രീതികൾ, ചായ സംസ്കാരം, ഇങ്ങനെ ഒരു സംസ്കാര പാരമ്പര്യം ചൈന വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുമുണ്ട്. ഭാഷയും വിദ്യാഭ്യാസവും. ലോകമെമ്പാടും ചൈനീസ് ഭാഷയായിട്ടുള്ള മാൻഡറിൻ പഠിപ്പിക്കുന്നതിനായിട്ട് സ്ഥാപിച്ചിട്ടുള്ള കൺഫ്യൂഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മറ്റൊന്ന്, മറ്റു രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തും സാമ്പത്തിക സഹായം നൽകിയും സ്വാധീനം ഉറപ്പിക്കുന്ന രീതി. അതുപോലെ തന്നെ ടിക്ടോക്ക്, വാവൈ തുടങ്ങിയ ആഗോളതലത്തിൽ തരംഗം സൃഷ്ടിച്ച ആപ്പുകളും കമ്പനികളും, ഇങ്ങനെയൊക്കെയാണ് ചൈന അവരുടെ സോഫ്റ്റ് പവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ എന്താണ്? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാംസ്കാരിക സ്വാധീനത്തിന്റെ കാര്യത്തിൽ ഇന്ന് പാശ്ചാത്യ ലോകത്തെയും ലോക രാജ്യങ്ങളെയും ഇന്ത്യ ഭയപ്പെടുത്തുന്ന നിലയിലേക്ക് വളരുന്നുണ്ട്. യോഗയും ആയുർവേദവും. ഐക്യരാഷ്ട്രസഭ ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ നയതന്ത്ര വിജയവും ഏറ്റവും വലിയ സോഫ്റ്റ് പവർ പ്രകടനവുമാണ്. ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ലോകമെമ്പാടും യോഗ ശീലിക്കുന്നത്. രോഗശമനത്തിനും ആരോഗ്യകരമായ ജീവിത രീതിക്കുമായിട്ട് ആയുർവേദത്തെയും വെൽനസ് ടൂറിസത്തെയും ആശ്രയിക്കുവാൻ വിദേശികൾ ഇന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയുർവേദവും വെൽനസും ഇന്ത്യയുടെ സോഫ്റ്റ് പവറിന്റെ തെളിവാണ്. മറ്റൊന്ന്, ബോളിവുഡ്, ഇന്ത്യൻ സിനിമ. അതായത് ഇന്ത്യൻ സിനിമയും സംഗീതവും, നമ്മുടെ തമിഴ് സിനിമകളായിക്കോട്ടെ സംഗീതമായിക്കോട്ടെ, മലയാള സിനിമകളായിക്കോട്ടെ സംഗീതമായിക്കോട്ടെ, കർണാടക, ആന്ധ്ര, അതുപോലെ ഹിന്ദി ബെൽറ്റിൽ വരുന്ന സിനിമകൾ, സംഗീതം, ഇതിനെല്ലാം വെവ്വേറെ വൻ ഫാൻസ് ഇന്ന് ലോകമൊട്ടാകെയുണ്ട്. യൂറോപ്പിലും ആഫ്രിക്കയിലും ഏഷ്യയിലുമായിട്ട്. തെക്ക് കിഴക്കൻ ഏഷ്യ, മധ്യപൂർവ്വ ഏഷ്യ, ആഫ്രിക്ക, ഈസ്റ്റേൺ യൂറോപ്പ് എന്നിവിടങ്ങളിൽ വലിയ സ്വാധീനമാണ് ഇന്ത്യൻ സിനിമകൾക്കും സംഗീതത്തിനുമുള്ളത്. RRR സിനിമയിലെ നാട്ടു നാട്ടു ഗാനത്തിന് ലഭിച്ച ഓസ്കാർ നേട്ടവും AR റഹ്മാൻ ഉൾപ്പെടെയുള്ള സംഗീതജ്ഞരുടെയും ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തത്തിന്റെയും ആഗോള അംഗീകാരവും ഇന്ത്യയുടെ സോഫ്റ്റ് പവറിന്റെ തെളിവാണ്. മറ്റൊന്ന്, തത്വചിന്തയും ഇന്ത്യയുടേതായ തനത് മൂല്യങ്ങളുമാണ്. എക്കാലവും ഇന്ത്യ ഫിലോസഫിയിലൂടെയും വാല്യൂസിലൂടെയും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തം ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളെ, ഉദാഹരണത്തിന് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ, നെൽസൺ മണ്ടേല എന്നിവരെ അടക്കം സ്വാധീനിച്ചിട്ടുണ്ട്.
ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്ന ഇന്ത്യയുടെ ഒരു കോൺസെപ്റ്റ്, വസുധൈവ കുടുംബകം, വിശാലമായ ഈ ആശയം വിദേശ നയങ്ങളിൽ പോലും ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ്. ഇനിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം, ബുദ്ധിസം. ഇന്ത്യ സൈലന്റ് ആയിട്ട് ബുദ്ധിസത്തിലൂടെ ഒരു ആഗോള സ്വാധീന ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അത് വളരെ എക്സ്പോസിംഗ് ആയിട്ട് ചെയ്യുന്നില്ല, എന്നാൽ വളരെ സൈലന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ബുദ്ധമതത്തിന്റെ ജന്മദേശമാണ് ഇന്ത്യ. ശ്രീലങ്ക, തായ്ലൻഡ്, ജപ്പാൻ, ഭൂട്ടാൻ, ചൈന, കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ എല്ലായിടത്തും ബുദ്ധിസത്തിന് ശക്തമായ വേരുകളുണ്ട്. ബുദ്ധിസത്തിന്റെ സംരക്ഷകർ എന്ന നിലയ്ക്ക് കൂടിയാണ് ലോകത്തെ ബുദ്ധമത വിശ്വാസികൾ ഇന്ത്യയെ കാണുന്നത്. ദലൈലാമയെ പോലെ ബുദ്ധിസത്തിന്റെ പരമോന്നത ആചാര്യന്മാരിൽ ഒരാളായ വ്യക്തിയെ ഇന്ത്യ സംരക്ഷിക്കുന്നത് വെറുതെ അല്ല. അപ്പോ ബുദ്ധിസം ഇന്ത്യയുടെ സോഫ്റ്റ് പവറിന്റെ വലിയൊരു തെളിവാണ്. അതുപോലെ തന്നെയാണ് ഈ ഇന്ത്യൻ ജീവിത രീതി, ഈ ഹിന്ദു കൾച്ചർ എന്ന് പറയുന്നത്, വേ ഓഫ് ലൈഫ്, ഒരു സവിശേഷമായ ജീവിത രീതിയാണ്. അതിനോട് പാശ്ചാത്യ ലോകത്തുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള താല്പര്യമുണ്ട്. എന്ന് വെച്ചാൽ വൈവിധ്യമാർന്ന ഒരു സംസ്കാരമായതുകൊണ്ട് തന്നെ അതിനോട് പെട്ടെന്ന് പാശ്ചാത്യ ലോകത്തിലുള്ളവർ ആകർഷിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ വർണ്ണാഭമായ സംസ്കാരവും ആവേശകരമായ ജീവിത രീതിയും പാശ്ചാത്യരെ വല്ലാതെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നു. നിരവധി പാശ്ചാത്യ രാജ്യങ്ങളിലെ ജീവിതം വളരെ കൃത്യതയുള്ളതും നിശബ്ദവുമാണ്. എന്നാൽ ഇന്ത്യൻ സംസ്കാരം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും വർണ്ണാഭവുമാണ്. ദീപാവലി, ഹോളി തുടങ്ങിയ ആഘോഷങ്ങളും വർണ്ണാഭമായ പരമ്പരാഗത വസ്ത്രധാരണവും പാശ്ചാത്യർക്കൊരു പുതിയ കാഴ്ച അനുഭവമാണ് നൽകുന്നത്. ബോളിവുഡ് പഞ്ചാബി പാട്ടുകളുടെ ഊർജ്ജസ്വലമായ ഈണങ്ങളും ചെണ്ട, തബല, താളങ്ങളും പാശ്ചാത്യ സംഗീതത്തിൽ നിന്ന് വ്യത്യസ്തമായി അവരെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒന്നാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഭൗതികപരമായ സൗകര്യങ്ങൾ കൂടുതലാണെങ്കിലും കടുത്ത മാനസിക സമ്മർദ്ദവും ജോലി ഭാരവും അവർ നേരിടുന്നുണ്ട്. ഇന്ത്യയെ ഇന്നവർ മാനസിക ശാന്തിക്കും ആന്തരിക സമാധാനത്തിനുമായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു ഇടമായിട്ടാണ് കാണുന്നത്. പാശ്ചാത്യർ യോഗയെയും പ്രാണായാമത്തെയും തങ്ങളുടെ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നു. പ്രകൃതിദത്തവും പാർശ്വഫലങ്ങളില്ലാത്തതുമായ ജീവിതശൈലിയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആയുർവേദം വലിയൊരു ആശ്വാസമാണ്. അതിഥി ദേവോ ഭവ. ഇന്ത്യയിലെത്തുന്ന വിദേശ സഞ്ചാരികൾക്ക് ലഭിക്കുന്ന സ്നേഹവും സ്വീകരണവും സ്നേഹനിർഭരമായ പെരുമാറ്റവും അവരിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. വ്യക്തി കേന്ദ്രീകൃതമായ സമൂഹങ്ങളിൽ നിന്ന് വരുന്ന പാശ്ചാത്യർക്ക് ആളുകൾ ഒന്നിച്ചു ചേർന്ന് ആഘോഷിക്കുന്ന ഇന്ത്യൻ കുടുംബ സാമൂഹിക അന്തരീക്ഷം വളരെ പ്രിയപ്പെട്ടതായി തോന്നുന്നു. ഇനിയാണ് ഇന്ത്യയുടെ സോഫ്റ്റ് പവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശം. അതാണ് സോഷ്യൽ മീഡിയയും ക്രിയേറ്റർമാരും. പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരൊറ്റ പ്ലാറ്റ്ഫോം പോലും ഇന്റർനാഷണൽ ലെവലിലില്ല. ഫേസ്ബുക്ക് അമേരിക്കയുടേതാണ്, യൂട്യൂബ് അമേരിക്കയുടേതാണ്, ഇൻസ്റ്റഗ്രാം അമേരിക്കയുടേതാണ്, അതുപോലെ ട്വിറ്റർ അമേരിക്കയുടേതാണ്. എല്ലാ പ്ലാറ്റ്ഫോമുകളും അമേരിക്കയുടെ കൈകളിലുള്ളതാണ്. ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും തത്വത്തിൽ ഉടമസ്ഥർ അമേരിക്കക്കാരാണ്. പക്ഷേ ഇന്ന് ആ സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്ന ശക്തിയായിട്ട് ഇന്ത്യക്കാർ മാറിയിരിക്കുന്നു എന്നതാണ് ഒരു വസ്തുത. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായിട്ടിപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ മനുഷ്യർ ഇന്ത്യയെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ത്യൻ പാട്ടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ, സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ, ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ, മോഡി ഫാൻസ് ആയിട്ടുള്ള വിദേശികൾ, അങ്ങനെ ഒരുപാട്, ഹിന്ദുയിസം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർ, യോഗ സപ്പോർട്ട് ചെയ്യുന്നവർ, ഇന്ത്യക്ക് വേണ്ടിയിട്ട് പാശ്ചാത്യരെ തന്നെ തെറി പറയുന്ന പാശ്ചാത്യരായിട്ടുള്ള വെള്ളക്കാർ, ഒരുപാട് ഇത്തരം ക്രിയേറ്റേഴ്സിനെ നിങ്ങളിൽ പലരും കാണാറുണ്ടാവും. ഇതിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള ഇന്ത്യക്കാരുടെ എണ്ണവും സ്വാധീനവും. അതായത് ഒരു വിദേശി ഒരു ഇന്ത്യൻ ഭക്ഷണം കഴിക്കുന്നതോ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കുന്നതോ മലയാളം, ഇന്ത്യൻ പാട്ടുകൾ ആസ്വദിക്കുന്നതോ ആയിട്ടുള്ള ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് അത് കാണുകയും കമന്റുകൾ പോസിറ്റീവായിട്ട് നൽകുകയും ചെയ്യുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരെ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ചെയ്യുന്നത്. വിദേശികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പല യൂറോപ്യൻ രാജ്യങ്ങളിലും പോപ്പുലേഷനൊക്കെ വളരെ കുറവാണ്. അവർ അവിടുത്തെ ഒരു കണ്ടന്റ് ഇട്ടാൽ അവർക്ക് ആ ഒരു കോണ്ടന്റിന് കിട്ടുന്ന വ്യൂസും അല്ലെങ്കിൽ റെസ്പോൺസും വളരെ പരിമിതമാണെങ്കിൽ, ഒരു ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോണ്ടന്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ലക്ഷക്കണക്കിന് വ്യൂസും കമന്റ്സും ഒപ്പം ഫോളോവേഴ്സിനെയുമാണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇന്ത്യയുടെ പോസിറ്റീവ് കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവർ നിർബന്ധിതരാവുകയോ അവരതിലേക്ക് തിരിയുകയോ ചെയ്യാണ്. പതിയെ ഇന്ത്യയുടെ പോസിറ്റീവ്സ് അന്വേഷിച്ച് പോകുന്ന ഒരു വ്യക്തി സ്വാഭാവികമായി ഇന്ത്യയെ സ്നേഹിച്ചു തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് പാശ്ചാത്യർക്കിടയിൽ ഇന്ത്യൻ അനുകൂല കോണ്ടന്റുകൾ വർദ്ധിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊന്ന് അൽഗോരിതം. ഇത്തരം വീഡിയോകൾക്ക് വൻതോതിൽ റീച്ച് ലഭിക്കും എന്നതുകൊണ്ട് തന്നെ കൂടുതൽ പാശ്ചാത്യ കോണ്ടന്റ് ക്രിയേറ്റർമാർ ഇന്ത്യൻ സംസ്കാരം പ്രമേയമാക്കി
വീഡിയോകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സോഫ്റ്റ് പവറിന്റെ തെളിവാണ്. ഇതിനൊക്കെ അപ്പുറം നമ്മുടെ രാജ്യത്തിനെ ഒരു ബ്രാൻഡ് എന്ന ലെവലിലോട്ട് ഉയർത്തുന്ന നരേന്ദ്രമോദിയുടെ ചാണക്യ തന്ത്രങ്ങളും ഇവിടെ ഒരു പ്രധാന ഫാക്ടറാണ്. ഓൾറെഡി മോദി തന്നെ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്. മോദി ബ്രാൻഡ് ആകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യവും ഒരു ബ്രാൻഡായിട്ട് വളരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.